സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ച് കാലമായി BJP-യുമായിട്ട് തെറ്റി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് BJP നേതൃത്വമെടുത്ത നിലപാടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴദ്ദേഹം CPI-യുമായിട്ട് ചർച്ച ചെയ്യുന്നു, അതുപോലെ CPI-യുമായിട്ട് ചർച്ച ചെയ്യുന്നു, കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ നിരവധിയായ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളിങ്ങോട്ട് വരികയോ പോവുകയോ ചെയ്യുന്നുള്ളതല്ല പ്രശ്നം, നയാണ്. ഞങ്ങളെല്ലാ സന്ദർഭത്തിലും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ്. ഒരാൾ ഇന്നലെ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ ഞങ്ങളൊരാളെയും ഭൂതകാലം മാത്രം നോക്കി സാധാരണ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ തള്ളിപ്പറയുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ആ നിലപാടാണ് മുമ്പ് കൊടുത്തത്, ഇനിയും അതുതന്നെയാണ് എടുക്കാൻ പോകുന്നത്. അല്ലാതെ ആരെയെങ്കിലും സ്വകാര്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിലേക്ക് ചേർക്കുക എന്നുള്ളത് പാർട്ടി നിലപാടല്ല. അവരുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ നിലപാടനുസരിച്ച് പാർട്ടി കൃത്യമായ സമീപനം സ്വീകരിക്കും. അതാണ് സരിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഞങ്ങളെടുത്ത നിലപാട്. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ BJP-യിൽ നിന്ന് വിട്ടു, നന്നായി. പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസ് ചേർന്നു, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ബൂർഷ്വാ പാർട്ടി, ഒരു ഭരണവർഗ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഭരണവർഗ പാർട്ടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ കാണേണ്ടിയുള്ളൂ. സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറിയെന്നാണ് സന്ദീപ് പറയുന്നത്. അല്ല, അത് അവർക്കിനി വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പുതിയ തലം വേണമല്ലോ. അതിന് ആ രീതിയിൽ പറയാൻ മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ അതൊക്കെ സന്ദീപ് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ CPM-ന് ഒരു വിഷമമുണ്ടോ? ഞങ്ങൾക്കൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വ്യക്തികളെ അല്ല പ്രശ്നം, നയമാണ്. ഞങ്ങൾക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടതാണ്. നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ. ഇല്ലില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയില്ല. പിന്നെ എന്തിനാ പ്രതീക്ഷിക്കുന്നു? ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, ചർച്ച നടത്തിയത് ഞാനുമായിട്ടില്ല ചർച്ച നടത്തുന്നുണ്ടാകുക. ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം. ഇനി ചർച്ച നടത്തിയാലും ഇതാ ചർച്ച. ഇത് ഒരാൾക്ക് ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന്, ബൂർഷ്വാ പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ സരിൻ സ്വീകരിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ നിൽക്കും എന്ന് പറയുന്നതോടുകൂടിയാണ് നിലപാട് വ്യക്തമാകുക. അങ്ങനെ ഒരു ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കപ്പെട്ടാൽ ആരായാലും അവരെ സംബന്ധിച്ചിടത്തോളം CPM ആവശ്യമായ നിലപാട്. UDF തോറ്റ് തുന്നമടാൻ പോകല്ലേ ഈ പാലക്കാട്. ഇനി അതിൻ്റെ അകത്ത് എന്ത് ഗുണമുണ്ടാക്കാനാ? അതാ, ഒരു കാര്യമില്ല. സന്ദീപല്ല, ഇനി ആര് വന്നാലും ഈ പാലക്കാട് കോൺഗ്രസ് ജയിക്കൂല. കോൺഗ്രസ് തട്ടിപ്പിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും. ഇപ്പോൾ അവസാനം കള്ളവോട്ട് ഉൾപ്പെടെ എല്ലാ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ കള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളതാണ് രാഹുൽ മാക്കൂട്ടത്തിന്. അതെല്ലാവർക്കും ഇപ്പോൾ അറിയുകയും ചെയ്യാം. അതിപ്പോൾ ഇവിടെ കൂടുതൽ വ്യക്തമായി. കരുവന്നൂർ കൊടകര കേസിലൊക്കെ BJP CPM ഡീലിൽ സഹികെട്ടാണ് കോൺഗ്രസിലേക്ക് പോയെന്നാണ് സന്ദീപ് പറയുന്നത്. അത് ഇതേവരെ പറയാതാണ്, പുതുതായിട്ട് പറയുന്നതാണ്. കോൺഗ്രസ് ചേരാൻ വേണ്ടി പറയുന്ന ഒരു ന്യായമാണിത്. മുരളീധരനൊക്കെ എതിർപ്പുണ്ട്. കോൺഗ്രസിനകത്ത് നല്ല എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് കൂടി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളത് തന്നെയാണ്.